നമ്മൾ നടക്കുമ്പോൾ ചന്ദ്രനും നക്ഷത്രങ്ങളും നമ്മളോടൊപ്പം വരുന്നതായി തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അതിനുള്ള ഉത്തരം ഇതാ. നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അടുത്തുള്ള വസ്തുക്കൾ വേഗത്തിൽ പുറകോട്ട് നീങ്ങുന്നത് പോലെ തോന്നും. അതേസമയം അകലെയുള്ള മരനിരകളും മറ്റും വളരെ സാവധാനത്തിൽ മാത്രം പുറകോട്ട് നീങ്ങുന്നതായാണ് നമുക്ക് അനുഭവപ്പെടുക. പക്ഷേ ചന്ദ്രനും നക്ഷത്രങ്ങളും മറ്റും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത് പോലെയും തോന്നും. വസ്തുക്കളുടെ ആപേക്ഷിക വേഗമാണ് ഈ അനുഭവത്തിന് കാരണം. നാം സഞ്ചരിക്കുന്ന വേഗവും വീക്ഷിക്കുന്ന വസ്തുവിലേക്കുള്ള ദൂരവും തമ്മിലുള്ള അനുപാതത്തിന്റെ തോതിലാണ് ആപേക്ഷിക വേഗം അനുഭവപ്പെടുക. ഉദാഹരണമായി, ഒരാൾ മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നിരിക്കട്ടെ. സെക്കൻഡിൽ അയാളുടെ വേഗം ഏകദേശം 7 മീറ്റർ ആയിരിക്കും. ഈ സഞ്ചാരത്തിനിടയിൽ റോഡിന്റെ ഇരുവശത്തുമായി 6 മീറ്റർ അകലെയുള്ള വിളക്കുകാലുകളുടെയും മരങ്ങളുടെയും മറ്റും ദിശ 60 ഡിഗ്രി മാറുന്നു. അതേസമയം 100 മീറ്റർ അകലെയുള്ള ഒരു മരത്തിന്റെ ദിശ 4 ഡിഗ്രി മാത്രമേ മാറൂ. 24 കിലോമീറ്റർ ദൂരത്തുള്ള മലയുടെ ദിശയാവട്ടെ 1 ഡിഗ്രിയുടെ 60ൽ 1 മാറ്റമേ സംഭവിക്കുള്ളൂ. ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് അനുഭവിക്കാവുന്ന വ്യത്യാസമല്ല. അപ്പോൾ അടുത്തുള്ള വിളക്കുകാലുകൾ നമ്മെ അപേക്ഷിച്ച് കൂടുതൽ വേഗത്തിൽ പുറകോട്ട് നീങ്ങുന്നതായും അല്പം അകലെയുള്ള മരങ്ങൾ പതുക്കെ പുറകോട്ട് നീങ്ങുന്നതായും വളരെ അകലെയുള്ള മരങ്ങളും മറ്റും തന്നെ പതുക്കെ പുറകോട്ട് നീങ്ങുന്നതായും നമുക്ക് തോന്നുന്നു. ചന്ദ്രൻ നമ്മളിൽ നിന്ന് ഉദ്ദേശം 4 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇത്രയും അകലെയുള്ള ചന്ദ്രൻ പുറകോട്ട് പോകുന്നതായി തോന്നണമെങ്കിൽ മണിക്കൂറിൽ 85,000 കിലോമീറ്റർ വേഗത്തിലെങ്കിലും സഞ്ചരിക്കേണ്ടി വരും. നക്ഷത്രങ്ങളാണെങ്കിൽ കോടാനുകോടി കിലോമീറ്റർ അകലെയാണ്. അതായത് ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയുമായി നേരിയ ആപേക്ഷിക ചലനം പോലും അനുഭവപ്പെടാൻ ആവശ്യമായ സഞ്ചാരവേഗം